ഏകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുമെന്ന് അറിയിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നാളെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിനു ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ആരാധനാ വർഷത്തിൻ്റെ 10ാമത്തെ ഞായറാഴ്ചയും കൂടിയാണ് നാളത്തെ ഞായറാഴ്ച, അതായത് 5 ജാനുവരി. നാളെ എവൻഗലിയോൻ മേശയിൽ നാം വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം കുർബാനയുടെ സമയത്ത് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള ഭാഗമാണ്. ഹെരോദാവ് മരിച്ചു കഴിഞ്ഞ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യൗസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായ ഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. അവനോട് ദൂതൻ പറഞ്ഞത്, ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ യഹൂദിയയിലെത്തിയപ്പോൾ അർക്കലിയോസ് തൻ്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നുവെന്ന് അറിഞ്ഞ് ഗലീല പ്രദേശത്തേക്ക് മാറിപ്പോയി നസറത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തതായി പിന്നീട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാവുകയും ചെയ്തു. യഹൂദിയയിൽ പാർക്കാതെ ഗലീലയിൽ പോയതും ദൂതൻ്റെ കൽപ്പന പ്രകാരം ആയിരുന്നു. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും ദൈവഭക്തൻ ഒരിക്കലും അനുസരിക്കാതിരിക്കുകയില്ല എന്നതാണ്. യോസേപ്പിന് വെളിപ്പെട്ടതായ കാര്യങ്ങൾ അവൻ അപ്പാടെ നിവർത്തിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ട മനുഷ്യനായി. നമുക്ക് അതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? കൽപ്പനകളനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ട മനുഷ്യനാകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സാത്താൻ്റെ വഞ്ചനയാൽ നാം ഓരോരുത്തരും ദൈവത്തിൽ നിന്നും അകന്ന് പോകുന്നത് നാം അറിഞ്ഞുകൊണ്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. 2ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ദൈവത്തെ അനുസരിക്കുന്നവനെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല എന്നുള്ളതാണ്. നമുക്ക് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വേദപാരായണം ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഹാനോക്ക്, നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസേപ്പ്, മോശെ, യോശുവ, ദാവീദ് മുതലായ ദൈവത്തെ അറിഞ്ഞ് അവനെ അനുസരിച്ചവരെ ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ടിട്ട് അവന് കോപമുണ്ടായതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. യോസേപ്പിന് ദൈവദൂതൻ പ്രത്യക്ഷനായി അവനോട്, നീ ശിശുവിനെയും അമ്മയെയും കൂട്ടി മിസ്രൈമിലേക്ക് ഓടിപ്പോവുക എന്ന് പറഞ്ഞതിന് പ്രകാരം അവൻ ചെയ്തു. യേശുവിനെയും കുഞ്ഞിനെയും ദൈവം കൈവിട്ടില്ല എന്നുള്ളതിൻ്റെ 1ാമത്തെ ലക്ഷണമാണ് നാം ഇവിടെ കാണുന്നത്. 2ാമത് യോസേപ്പിൻ്റെ ഉത്തരവാദിത്വവും ആണ് നാം ഇവിടെ കാണുന്നത്. ഒരു അപ്പൻ്റെ ഉത്തരവാദിത്വം, ഒരു പിതാവിൻ്റെ ദൗത്യമാണ് നാം ഇവിടെ കാണുന്നത്. അതായത് തൻ്റെ ഭവനത്തിലെ എല്ലാവരെയും പരിരക്ഷിക്കുക എന്ന ആ ഉത്തരവാദിത്വം നാം യോസേപ്പിൽ ഇവിടെ കാണുന്നു. ഈ ലോകത്തിലേക്ക് വന്ന നാം ഓരോരുത്തർക്കും ദൈവം ഓരോ ഉത്തരവാദിത്വങ്ങൾ തന്നിട്ടുണ്ട്. അത് നാം നിർവഹിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ കൽപ്പന അനുസരിക്കുന്നവരായി തീരുകയുള്ളൂ. അപ്പോൾ നാം ദൈവ പൈതലാകും, യാതൊരു സംശയവുമില്ല. പിതാവിൻ്റെ ഉത്തരവാദിത്വമല്ല മാതാവിൻ്റേത്. മകൻ്റെ ഉത്തരവാദിത്വമല്ല മകളുടേത്. മക്കളുടെ ഉത്തരവാദിത്വം എന്നത് അവർ അത് നിർവഹിക്കുമ്പോഴാണ് അവർ ദൈവ പൈതൽ ആകുന്നത് എന്നുള്ളത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഒരു കാരണവശാലും വൈഷമ്യങ്ങൾ കാണിക്കരുത്. കാരണം നമ്മൾ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കുന്നതോ കുഞ്ഞു പൈതങ്ങളുടെ മനസ്സിൽ അതാണ് ആദ്യം പതിക്കുന്നത് എന്നുള്ള വിവരം നമ്മൾ മറക്കാതിരുന്നാൽ മതി. ആദിപിതാക്കന്മാരെ നോക്കുക, അവർക്ക് നൽകിയതായ ദൗത്യങ്ങൾ അവർ നിർവഹിച്ചു. ആയതിനാൽ അവർ അനുഗ്രഹം പ്രാപിച്ചു എന്ന് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ പറ്റും. അപ്പോസ്തലന്മാരെ നോക്കുക, യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷി
ആയിത്തീർന്നു. അതിന് കാരണം അവർ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു, അവന് വേണ്ടി തൻ്റെ ജീവിതം അർപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ലോകത്തിൻ്റെ രക്ഷിതാവ് തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ച് തൻ്റെ 30 വയസ്സുവരെ പിതാവിൻ്റെ ജോലികൾ ചെയ്തു പോന്നതായും നാം പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. തൻ്റെ സമയം ആയപ്പോൾ പരസ്യ ശുശ്രൂഷ യേശുക്രിസ്തു ആരംഭിച്ചതായും നാം കാണുന്നുണ്ട്. തൻ്റെ 30-ാമത്തെ വയസ്സിൽ തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവൻ നിർവഹിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് വളർത്തപ്പനെ ഏൽപ്പിച്ചതാണെങ്കിലും സ്വർഗസ്ഥനായ തൻ്റെ പിതാവ് ഏൽപ്പിച്ചതാണെങ്കിലും അത് 100% ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നമ്മുടെ പാപങ്ങളെ അവൻ ഏറ്റെടുത്തു. നമുക്ക് വേണ്ടി അവൻ ക്രൂശിൽ തൂങ്ങി. നമുക്ക് വേണ്ടി അവൻ സ്വർഗാരോഹണം ചെയ്തു. വീണ്ടും വരുമെന്ന് നമ്മളോട് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദത്തം ഒരിക്കലും അവൻ കൈവിടുകയില്ല എന്നുള്ളതിന് നമുക്ക് ഡൗട്ട് വിചാരിക്കേണ്ടതായ ഒരു കാര്യവുമില്ല. നമുക്കും നമ്മുടെ പിതാക്കന്മാരെ പോലെ, ആ യോസേഫ് പിതാവിനെ പോലെ നമ്മുടെ ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് ഈ ലോക ജീവിതം നയിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ കാത്തു സംരക്ഷിക്കും. നന്ദി, നമസ്കാരം.